ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് PSC ചോദിക്കാറുള്ള ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള ദേശീയ സംഘടനകളും അവ സ്ഥാപിച്ച ആൾക്കാരെയാണ് പറയാൻ പോകുന്നത്. 50 എണ്ണമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മൾ വർഷമൊന്നും ഇതിനകത്ത് കൂട്ടിക്കലർത്തുന്നില്ല, ജസ്റ്റ് സംഘടനകൾ അത് സ്ഥാപിച്ചത് ആരൊക്കെയാണെന്ന്. ഇപ്പൊ LGSനായാലും LDCക്ക് ആയാലും എല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. മാക്സിമം നമുക്ക് ട്രിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തേത് ബ്രഹ്മ സമാജാണ്. ബ്രഹ്മ സമാജം നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന, നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഈ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മ സമാജം സ്ഥാപിച്ചത്. അപ്പൊ ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് ഒരു സമാജമാണ് ആര്യ സമാജം. ആര്യ സമാജം സ്ഥാപിച്ചത് സരസ്വതിയാണ്. ആര്യ സരസ്വതി, ആര്യ സരസ്വതി. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തതാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവറ്റ്സ്കിയും ചേർന്നിട്ടാണ്. അപ്പൊ കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവറ്റ്സ്കിയും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റ് ആണ്. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ കൂടുതൽ പ്രചരിപ്പിച്ചത് ബാലഗംഗാധര തിലകാണ്. അപ്പൊ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപികൻ എന്നറിയപ്പെടുന്നത് ആനി ബസന്റ് ആണ്. പക്ഷെ ആ ഹോം റൂൾ പ്രസ്ഥാനത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ബാലഗംഗാധര തിലകിനെ കൂടി ഓർമ്മിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവറ്റ്സ്കിയും കൂടി സ്ഥാപിച്ചതാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. അടുത്തത് ആനി ബസന്റ് സ്ഥാപിച്ചതാണ് ഏത്? ഹോം റൂൾ പ്രസ്ഥാനം. അടുത്തത് സ്വാമി വിവേകാനന്ദൻ്റെതാണ് രാമകൃഷ്ണ മിഷൻ. ഏതാണ്? സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ. അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അടുത്തത് ഭൂദാന പ്രസ്ഥാനം. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ് ഭൂദാന പ്രസ്ഥാനം. ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. അപ്പൊ നല്ല ഭാവത്തോടെയാണ് ഭൂദാനം ചെയ്തത്. അപ്പൊ ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ, ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഭാവത്തോടെയാണ് വിനോബ ഭാവെ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് എന്നൊക്കെ കേൾക്കുമ്പോഴും മുസ്ലിം എന്ന് കേൾക്കുമ്പോഴും എന്തായാലും ഒരു മുസ്ലിം പേരാണ്. അതാരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അപ്പൊ സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അടുത്തത് അദ്വൈത സിദ്ധാന്തം. അദ്വൈത സിദ്ധാന്തം ആവിഷ്കരിച്ചത് ശ്രീ ശങ്കരാചാര്യരാണ്. ശ്രീ ശങ്കരാചാര്യരാണ് അദ്വൈത സിദ്ധാന്തം സ്ഥാപിച്ചത്. ഇന്ത്യൻ നാഷണൽ ആർമി INA ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഭൂദാന പ്രസ്ഥാനം ആചാര്യ വിനോബ ഭാവെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അടുത്തത് അദ്വൈത സിദ്ധാന്തം, അത് ശ്രീ ശങ്കരാചാര്യർ. ഇന്ത്യൻ നാഷണൽ ആർമി INA സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി സ്ഥാപിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി. ദെൻ ശുദ്ധി മൂവ്മെന്റ് അല്ലെങ്കിൽ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആര്യ സമാജം സ്ഥാപിച്ച
സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി മൂവ്മെന്റ് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് സ്ഥാപിച്ചത് ആരാണ്? അത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ പുറംചട്ടയുടെ ചിത്രം തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് സ്ഥാപിച്ചത് നന്ദലാൽ ബോസ് ആണ്. നെക്സ്റ്റ്, അപ്പോ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് നന്ദലാൽ ബോസ്. സ്വരാജ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടിയാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. അടുത്തത് സോഷ്യൽ സർവീസ് ലീഗ് NM ജോഷിയാണ്. NM ജോഷി സ്ഥാപിച്ച സംഘടനയാണ് സോഷ്യൽ സർവീസ് ലീഗ്. NM ജോഷി. സോഷ്യൽ സർവീസ് ലീഗ് NM ജോഷി. അപ്പൊ NM ജോഷിയുടേതാണ് സോഷ്യൽ സർവീസ് ലീഗ്. സ്വരാജ് പാർട്ടി ആരുടേതാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. നന്ദലാൽ ബോസ് സ്ഥാപിച്ചതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ്. അടുത്തത് ഏതാണ്? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചതും NM ജോഷിയാണ്. അപ്പൊ NM ജോഷി സ്ഥാപിച്ചത് സോഷ്യൽ സർവീസ് ലീഗ് ഉണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് NM ജോഷിയാണ്. ഒന്നും കൂടി പറയാം, സോഷ്യൽ സർവീസ് ലീഗ്. അറിഞ്ഞൂടാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് NM ജോഷിയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചതും NM ജോഷിയാണ്. അടുത്തത് റെഡ് ഷർട്ട് എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യയുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന റെഡ് ഷർട്ട് സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് റെഡ് ഷർട്ട്സ്. ഇനി അലിഗഡ് സർവകലാശാല സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. തിരിഞ്ഞു പോകരുത്. ഖിലാഫത്ത് മൂവ്മെന്റ് അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? KM മുൻഷി. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ ആനി ബസന്റ് ആണെങ്കിലും ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. അപ്പോ സോഷ്യൽ സർവീസ് ലീഗും ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് NM ജോഷിയാണ്. റെഡ് ഷർട്ട്സ് എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖിലാഫത്ത് മൂവ്മെന്റ് സ്ഥാപിച്ചത് അലി സഹോദരന്മാര്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ബാലഗംഗാധര തിലകാണ്. അടുത്തത് സത്യശോധക് സമാജ്. PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. ഇത് നമ്മുടെ PSCRT ഉള്ളതാണ്. സത്യശോധക് സമാജ് ജ്യോതി ബഫൂലെ എന്ന് പഠിച്ചാലും മതി. ജ്യോതി ഗോവിന്ദറാവു ഭൂലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. നമ്മുടെ ബാലഗംഗാധര തിലകിന്റെ ഗുരുവാണ് ജ്യോതി ബഫൂലെ. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അടുത്തത് ഗദ്ദാർ പാർട്ടി. ഓർമ്മിക്കാൻ എളുപ്പമാണ്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ഹർദയാലാണ്. ലാല ഹർദയാലാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത്. ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സ്ഥാപകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ബാബ ആംതെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്ഥാപിച്ചത്. അടുത്തത് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. അപ്പൊ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതി ബഫൂലെ. ഗദ്ദാർ പാർട്ടി പഠിക്കാൻ എളുപ്പം ലാല ഹർദയാൽ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ബാബ ആംതെ. പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ്. ബോംബെ അസോസിയേഷൻ ഫിറോസ് ഷാ മേത്ത. അടുത്തത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അഥവാ സ്വാഭിമാന പ്രസ്ഥാനം. ആരാണ്? പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് പെരിയോർ എന്നാണ്. ബോയ്
സ്കൗട്ട്സ് ഇൻ ഇന്ത്യ. ബോയ് സ്കൗട്ട്സ് ഇൻ ഇന്ത്യ സ്ഥാപിച്ചത് NM ബാജ്പേയി ആണ്. ബോയ് സ്കൗട്ട്സ് ഇൻ ഇന്ത്യ സ്ഥാപിച്ചത് NM ബാജ്പേയി ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സത്യമൂർത്തി എന്നിവർ ചേർന്നിട്ടാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് 3 ആൾക്കാരാണ്. നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സത്യമൂർത്തി. അടുത്തത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗാഖാൻ എന്നാണ് പൊതുവെ PSC പരീക്ഷയ്ക്ക് വരാറുള്ളത്. നവാബ് സുലൈമുല്ല ഖാനും കൂടി ഉണ്ട്. അപ്പൊ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗാഖാൻ എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്തത് വേദ സമാജ്. വേദ സമാജ് സ്ഥാപിച്ചത് മഹാദേവ് ഗോവിന്ദ റാണ്ടെയാണ്. ഗോവിന്ദ് റാണ്ടെയാണ്. മഹാദേവ് ഗോവിന്ദ് റാണ്ടെയാണ് വേദ സമാജ് സ്ഥാപിച്ചത്. അപ്പൊ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ്. ബോയ് സ്കൗട്ട്സ് ഇൻ ഇന്ത്യ സ്ഥാപിച്ചത് NM ബാജ്പേയി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും സത്യമൂർത്തിയും ചേർന്നിട്ടാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗാഖാനാണ്. വേദ സമാജ് സ്ഥാപിച്ചത് മഹാദേവ ഗോവിന്ദ റാണ്ടെയാണ്. മഹാദേവ ഗോവിന്ദ റാണ്ടെ. അടുത്തത് ഓൾ ഇന്ത്യ ഹരിജൻ സേവക് സംഘ്. ഹരിജൻ എന്ന് പറയുന്ന ഒരു പത്രം തന്നെ ഇറക്കിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അപ്പൊ ഓൾ ഇന്ത്യ ഹരിജൻ സേവക് സംഘ് സ്ഥാപിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഓൾ ഇന്ത്യ ഹരിജൻ സേവക് സംഘ്. അടുത്തത് സർവോദയ മൂവ്മെന്റ്. മറക്കരുത്, സർവോദയ മൂവ്മെന്റ് സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായണനാണ്. സർവോദയം ഉണ്ടാവുമ്പോൾ അവിടെ എന്തുണ്ടാവും? പ്രകാശം ഉണ്ടാവും എന്ന് ഓർമ്മിച്ചാല് ജയപ്രകാശ് നാരായണൻ മറക്കരുത്. സർവോദയ മൂവ്മെന്റ് ജയപ്രകാശ് നാരായൺ. വേദ സമാജ് നമ്മൾ നേരത്തെ പറഞ്ഞു റാണ്ടെ ആണെന്ന്. ഇനി ദേവസമാജ് ഉണ്ട്. ദേവസമാജ് സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രിയാണ്. ദേവസമാജ് സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രിയാണ്. അടുത്തത് ചിന്മയ മിഷൻ. ചിന്മയ മിഷൻ സ്ഥാപിച്ചത് സ്വാമി ചിന്മയാനന്ദയാണ്. ഇനി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ച KM മുൻഷിയാണ് വനമഹോത്സവ് എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത്. വനമഹോത്സവ് ആദ്യമായിട്ട് നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ്? KM മുൻഷിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഹരിജൻ സേവക് സംഘ് സ്ഥാപിച്ചത് മഹാത്മാഗാന്ധി. സർവോദയ മൂവ്മെന്റ് ഉദിക്കുന്നത് ജയപ്രകാശ് നാരായണൻ. ദേവസമാജ് സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രി. വേദസമാജ് സ്ഥാപിച്ചത് ഗോവിന്ദ റാണ്ടെ. ദെൻ ചിന്മയ മിഷൻ സ്വാമി ചിന്മയാനന്ദ. വനമഹോത്സവ് KM മുൻഷിയാണ്. അടുത്തത് വിശ്വഭാരതി. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് ആരാണ്? അത് അക്ബർ ആണ്. ദെൻ ജൈനമതം സ്ഥാപിച്ചത് ആര്? വർദ്ധമാന മഹാവീരൻ. ജൈനമതം സ്ഥാപിച്ചത് ആരാണ്? വർദ്ധമാന മഹാവീരൻ. ക്രിസ്തു മതസ്ഥാപകൻ യേശു ക്രിസ്തു. ഇസ്ലാം മതസ്ഥാപകൻ മുഹമ്മദ് നബിയാണ്. ദെൻ വിശ്വഭാരതി മറക്കരുത്, രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് അക്ബർ ആണ്. അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി LGSന് ആവശ്യമായിട്ടുള്ള SCRT കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് PSC ബേസിക്സിന്റെ ആപ്പ് എടുക്കാവുന്നതാണ്. PSC ബേസിക്സിന്റെ ആപ്പിൽ SCRTക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന 6 മാസത്തെ കോഴ്സ് 400 രൂപയ്ക്ക് അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ്? ശ്രീ ബുദ്ധനാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം, അതായത് RSS. രാഷ്ട്രീയ സ്വയം സേവക് സംഘം സ്ഥാപിച്ചത് കേശവ ബലിറാം ഹെഡ്ഗേവാർ ആണ്. ഹെഡ്ഗേവാർ ആണ് എന്ത്? രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS സ്ഥാപിച്ചത് ഹെഡ്ഗേവാർ ആണ്. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപിച്ചത് ആരാണ്? മസ്ദൂർ സംഘം ദത്തോപാന്ത് ദേങ്കിഡിജിയാണ്. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപിച്ചത് ദത്തോപാന്ത് ആണ്. ദത്തോപാന്ത് എന്ന് പഠിച്ചാൽ മതി. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപിച്ചത്. അടുത്തത് ജനസംഘം സ്ഥാപിച്ചത് ആര്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജിയാണ് ജനസംഘം സ്ഥാപിച്ചത്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപിച്ചത് ദത്തോപാന്ത് ദേങ്കിഡിജി ആണ്.
ദെൻ RSS സ്ഥാപിച്ചത് കേശവ ബലിറാം ഹെഡ്ഗേവാർ ആണ്. ജനസംഘം സ്ഥാപിച്ചത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. അടുത്തത് പ്രധാനപ്പെട്ടതാണ് തത്വബോധിനി സഭ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ അല്ല, തത്വം പറയുന്നത് ദേവേന്ദ്രനാണ് തത്വം പറയുന്നത്. അപ്പൊ ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. അടുത്തത് അഹമ്മദീയ പ്രസ്ഥാനം. അഹമ്മദീയ പ്രസ്ഥാനം സ്ഥാപിച്ചത് മിർസ ഗുലാം അഹമ്മദ് ആണ്. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? മിർസ ഗുലാം അഹമ്മദ് ആണ്. അടുത്തത് മഹർ പ്രസ്ഥാനം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മഹർ പ്രസ്ഥാനം അംബേദ്കർ ആണ് സ്ഥാപിച്ചത്. മഹർ പ്രസ്ഥാനം. നെക്സ്റ്റ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ, ദേശസ്നേഹികളുടെ അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാനെ നമ്മൾ നേരത്തെ പറഞ്ഞു അലിഗഡ് സർവകലാശാല സ്ഥാപിച്ചത്. അപ്പൊ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചതും സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അപ്പൊ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അഹമ്മദീയ മൂവ്മെന്റ് സ്ഥാപിച്ചത് മിർസ ഗുലാം അഹമ്മദ്. മഹർ പ്രസ്ഥാനം സ്ഥാപിച്ചത് അംബേദ്കർ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇനിയും സംഘടനകൾ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.